നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അവസാന ഓവർ റൊമാരിയോ ഷെഫേർഡിനെ കൊടുത്തപ്പോഴേ കളി പാളിയില്ലേ എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അത് തന്നെ സംഭവിച്ചു. ആദ്യത്തെ 2 പന്തുകൾ കുഴപ്പമില്ലാതെ പോയി. ആദ്യ ബോൾ തന്നെ അടി രക്ഷപ്പെട്ടതാണ്. മൂന്നാമത്തെ പന്ത് യോർക്കറിനുള്ള ശ്രമം പിഴച്ചു. ലോ ഫുൾ ടോസായി. ആർക്ക്? ഡേവിഡ് മില്ലർക്ക്. തൂക്കിയെടുത്ത് സിക്സർ. അടുത്ത പന്ത് കൂടി സിക്സർ അടിച്ചതോടുകൂടി കളി കൈവിട്ടു. അല്ലെങ്കിൽ എവിടെയൊക്കെയോ RCBക്ക് പിഴച്ചുവോ എന്ന് തോന്നിയൊരു കളിയാണ്. സുയാഷ് ശർമ്മക്ക് മാത്രമാണ് പിന്നെ ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി പ്രധാനപ്പെട്ടവരെല്ലാം എറിഞ്ഞ് തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ റൊമാരിയോ ഷെഫേർഡ് എക്സ്പെൻസീവായിട്ട് എറിയുന്ന ആൾ നമുക്കറിയാം. അത് പക്ഷേ യോർക്കർ എറിയാൻ അയാൾക്ക് എബിലിറ്റി ഉണ്ട്. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം പട്ടിദാർ അയാളെ പന്തേൽപ്പിച്ചത്. ഒരു കാര്യവും ഉണ്ടായില്ല. RCBക്ക് പരാജയം. ഇത്തവണയെങ്കിലും ഡേവിഡ് മില്ലർ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം സ്റ്റെപ്സിൻ്റെ മികച്ച ബാറ്റിംഗ് ആണ്. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് DCക്ക് വിജയം സമ്മാനിച്ചത്. അപ്പോൾ ഒരു പന്ത് മാത്രമാണ് ശേഷിച്ചിരുന്നത്. പക്ഷേ 6 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് DC RCBക്ക് മേൽ നേടിയിരിക്കുന്നത്. ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 175 റൺസാണ് അടിച്ചത്. ഫിൽ സാൾട്ടിൻ്റെ കിടിലൻ ഇന്നിങ്സാണ് അവർക്ക് ഇത്തരം ഒരു സ്കോർ സമ്മാനിച്ചത്. അദ്ദേഹം 38 പന്തിൽ നിന്ന് 4 4 3 6 അടക്കമാണ് 63 റൺസ് അടിച്ചത്. വിരാട് കോഹ്ലി 13 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചപ്പോൾ ദേവദത്ത് പടിക്കൽ 13 പന്തിൽ നിന്ന് 18 റൺസാണ് അടിച്ചത്. രജത് പട്ടീദാർ ഇന്ന് തിളങ്ങിയില്ല. 4 പന്തിൽ നിന്ന് 8 റൺസ്. ടിം ഡേവിഡ് 17 പന്തിൽ നിന്ന് 26 റൺസ്. ജിതേഷ് ശർമ്മ 20 പന്തുകളിൽ നിന്നാണ് 14 റൺസ് അടിച്ചത്. റൊമാരിയോ ഷെഫേർഡ് 1 റൺസുമായിട്ട് മടങ്ങി. കൃണാൽ പാണ്ഡ്യ 10 പന്തിൽ നിന്ന് 12 റൺസ്. അങ്ങനെ ഒടുവിൽ അവർക്ക് 175 റൺസിലെത്താനേ കഴിഞ്ഞുള്ളൂ. അത് ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ പതും നിസാങ്കയെ നഷ്ടപ്പെട്ടു. DCക്ക് 2 പന്തിൽ നിന്ന് 1 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഇമ്പാക്റ്റ് സബായിട്ട് ഇറങ്ങിയ കരുൺ നായരാണെങ്കിൽ 5 റൺസുമായിട്ട് മടങ്ങി. റിസ്വി ആദ്യ 2 കളിക്ക് ശേഷം പിന്നെ മങ്ങലാണ് 2 റൺസിന്. അദ്ദേഹവും മടങ്ങി. അങ്ങനെ പോയതാണ്. പക്ഷേ KL രാഹുൽ മനോഹരമായിട്ട് കളിച്ചു കേട്ടോ. 34 പന്തിൽ നിന്ന് 6 4 2 6 അടക്കം അദ്ദേഹം 57 റൺസ് അടിച്ചു. പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സ്, അതുപോലെ അക്സർ പട്ടേൽ 19 പന്തിൽ നിന്ന് 26 റൺസ് എടുത്ത് നിൽക്കുക. അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് മടങ്ങി. പക്ഷേ ഡേവിഡ് മില്ലർ സ്റ്റെപ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 47 പന്തിൽ 4 4 1 6 അടക്കം 60 റൺസ് എടുത്ത് സ്റ്റെപ്സും 10 പന്തിൽ നിന്ന് 1 4 2 6 അടക്കം 22 റൺസ് അടിച്ച് ഡേവിഡ് മില്ലറും പുറത്താകാതെ നിന്നപ്പോൾ DC ഇതാ വിജയം നേടിയിരിക്കുകയാണ്. വിജയത്തോടുകൂടി DCക്ക് 5 കളികളിൽ നിന്ന് 6 പോയിൻ്റ് ആയിട്ടുണ്ട്. അതേസമയം RCBക്ക് 6 കളികളിൽ നിന്ന് 8 പോയിൻ്റാണ്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.